തിരുവനന്തപുരത്ത് കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി 4 വഴിയാത്രക്കാർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നു. അതിനു മുൻപ് 2 പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം. 100 മേളിലുള്ള സ്പീഡായിരിക്കും. എനിക്ക് പെട്ടെന്നുള്ള ഒരു ഇതിൽ ഞാൻ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. അയാൾ നല്ല കറങ്ങിപ്പോയി. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കറങ്ങിപ്പോയതിൽ പിന്നെ അതിന് മുന്നാലെ വേറെ ഒരു സ്ത്രീ അവിടെ നിന്ന് ആ സ്ത്രീനെ നല്ല താഴെ കൂടി അങ്ങ് പോയി. പിന്നെ ഈ കമ്പിയില്ലേ, ആ കമ്പി തുടക്കം മുതൽ ആ കമ്പി ഇടിച്ചതിന് ശേഷമാണ് ഇവരെ ഇടിച്ചത്. കമ്പി ഇടിച്ചതിന് വണ്ടി വലിയ വേഗത്തിലായിരുന്നു, നല്ല സ്പീഡായിരുന്നു. പുള്ളിക്കാരൻ ഇനി മദ്യപിച്ചിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല. കണ്ടിട്ട് ലോങ് നിന്ന് വന്ന ഒരു വണ്ടിയാണ്. ഉറങ്ങിയിട്ടാണോ മദ്യപിച്ചിട്ടുണ്ടോ അതൊന്നും അറിയില്ല. വന്ന് പെട്ടെന്ന് പോലീസുകാർ വന്ന് അവരെ കൊണ്ടുപോയി. 3 ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടുവന്ന് അത് കഴിഞ്ഞ് യാത്രക്കാർ 4 പേരും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് 2 പേർക്ക് പരിക്കായ്പ മെഡിക്കൽ കോളേജ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും പിന്നെ 2 ഓട്ടോ ഡ്രൈവറും. ഇവരെല്ലാരും ഫുട്പാത്തിലൂടെ നടന്നിങ്ങനെ വരെയായിരുന്നു. അപ്പോഴാണ് വണ്ടി ഇങ്ങനെ ഇടിച്ചു കയറി വന്നത്. വാഹനത്തിൽ ഡ്രൈവറിനും ഒരു കുഴപ്പമില്ല. അതിന്റെ ഫ്രണ്ടിൽ ഒരാൾ, അവർ 2 പേരെ പോലീസ് കൊണ്ടുപോയി. 2 പേര്, ഡ്രൈവറും ഫ്രണ്ടിൽ ഒരാളും ഉണ്ടായിരുന്നു. 2 പേരും കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. രാഹുൽ ജി നാഥ് ചേർന്ന വിവരങ്ങളുമായി. രാഹുൽ, നമുക്ക് വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് വേണം പറയാൻ. മാതൃഭൂമി സ്റ്റുഡിയോയുടെ വളരെ അടുത്ത് സംഭവിച്ചൊരു അപകടം കൂടിയാണ്. അതിന്റെ ഞെട്ടലിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഈ 3 പേരുടെയും ആരോഗ്യനിലയെക്കുറിച്ച് ലഭ്യമാകുന്ന ഏറ്റവും വലിയ വിവരങ്ങൾ. 4 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത്. 4 പേരുടെയും നില ഗുരുതരമാണ്. ഇത് ജനറൽ ആശുപത്രിക്ക് തൊട്ട് പുറത്താണ് ഈ കവാടം. ഈ കവാടത്തിന് മുന്നിലാണ് അപകടം ഉണ്ടായത്. ഈ റോഡിലെ തിരക്ക് നമുക്കറിയാം. ഇത് ചാക്കയിൽ നിന്ന് പാളയത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ എന്തായാലും വാഹനം വന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കാണാം, ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുന്നു വലിയ വേഗത്തിൽ. ആ ഓട്ടോത്തൊഴിലാളികൾ സൂചിപ്പിച്ച പ്രകാരമാണെങ്കിൽ ഇത് 100 കിലോമീറ്റർ അടുത്തുള്ള വലിയ വേഗത്തിൽ ഈ ഫുട്പാത്തിലേക്ക് കയറുന്നു. ഈ വശങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ ഭാഗത്താണ് തൊഴിലാളികൾ നിന്നിരുന്നത്. അവിടെ നിന്ന് 2 തൊഴിലാളികളെ, ഓട്ടോ തൊഴിലാളികളെ വാഹനം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൈവരി ഉണ്ടാകുന്നത്. ഇവിടെ ഈ ഫുട്പാത്തിന് കൈവരി ഉണ്ടായിരുന്നു. ആ കൈവരി തുടങ്ങുന്ന, പില്ലർ തുടങ്ങുന്ന ഭാഗമാണ്. അവിടെ നിന്ന് ആ ഇടിയുടെ ആഘാതത്തിൽ ആ കൈവരി ഊരി മടങ്ങി വാഹനത്തിന്റെ മുന്നിലേക്ക് വീണ്ടിരിക്കുകയാണ്. അതായത് അത്രമാത്രം വേഗത്തിൽ വന്നാണ് ഈ വാഹനം ഇടിച്ചിരിക്കുന്നത്. KL 43 എന്ന രജിസ്ട്രേഷനാണ്, അതായത് മട്ടാഞ്ചേരി രജിസ്ട്രേഷനാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് വന്നവരാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഈ 2 പേർക്ക് എയർ ബാഗ് ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നിട്ടുണ്ട്. വാഹനത്തിൽ കാറിലുണ്ടായ 2 പേർക്ക് നിസ്സാര പരിക്കുകളുള്ളത്. അവരെ പോലീസ് എന്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ 4 പേർക്ക്, 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒരു യാത്രക്കാരി, അങ്ങനെ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. അതിൽ യാത്രക്കാരി വാഹനത്തിന് അടിയിലായിപ്പോയി. അടിയിൽ നിന്നാണ് യാത്രക്കാരിയെ, ഇതുവഴി നടന്നുപോയ യാത്രക്കാരിയെ പുറത്തെടുത്തത്. എന്തായാലും അതിദാരുണമായൊരു അപകടം. വലിയ വേഗത്തിൽ വാഹനം എത്തിയെന്ന് ആശുപത്രിയിൽ തന്നെയാണോ പ്രവേശിപ്പിച്ചിരിക്കുന്നത്, അതോ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? 4 പേരും മെഡിക്കൽ കോളേജിലേക്ക്, 4 പേരെയും മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. 4 പേരുടെയും പരിക്ക് അത്രമാത്രം ഗുരുതരമാണ് എന്നുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികളെ വണ്ടി ഇടിച്ചു തെറിപ്പിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ യാത്രക്കാരിക്കും വലിയ പരിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 4 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വണ്ടിയുടെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. നമുക്ക് കാണാം, ഷെവർലെറ്റ് ബീറ്റ് എന്ന മോഡലാണ്. ആ വാഹനം മുന്നിലേക്ക് വന്ന് അത്രമാത്രം വലിയ വേഗമായതുകൊണ്ടാണ്, കണ്ടില്ലേ, ഈ കൈവരി മൊത്തവും ഇടിച്ച് വളഞ്ഞ നിലയിലാണ് കാണുന്നത്. എന്തായാലും വാഹനം കൊണ്ടുപോകാൻ പോലീസ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഇനി ഈ ഉറങ്ങിപ്പോയതാണോ, അമിത വേഗതയാണോ, മറ്റെന്തെങ്കിലുമാണോ കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇടിയുടെ ആഘാതം ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും അതിദാരുണമായ അപകടം. 4 പേർക്കാണ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ്. ഒപ്പം രോഗികളും കുട്ടികളും ഒക്കെ ആശുപത്രിയിലേക്ക് വരുന്നവരൊക്കെ കടന്നു പോകുന്നു. പരിക്കേറ്റവരുടെ പേര് വിവരങ്ങൾ സംബന്ധിച്ച് അവരുടെ വ്യക്തി വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ മുത്തി. കാരണം ഈ ഘട്ടത്തിൽ ഈ ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരം പങ്കുവയ്ക്കാനാകും. യാത്രക്കാരെ സംബന്ധിച്ചുള്ള വിവരം പുറത്തു വരുന്നതേ ഉള്ളൂ. നമുക്ക് പേരുകൾ ലഭ്യമായിട്ടുണ്ട് മുത്തി. സുര, ഷാബി, കുമാർ എന്നീ 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ. സുര, ഷാബി, കുമാർ എന്നീ 3 ഓട്ടോറിക്ഷ തൊഴിലാളികൾ. 3 ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് നിലവിൽ. അവർക്കാണ് പരിക്കേറ്റുള്ളത്, ഗുരുതരമായി പരിക്കേറ്റുള്ളത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ ഇടിയുടെ ആഘാതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവർക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകളാണ്. കുറച്ച് മുമ്പ് വരെ ഓട്ടം കഴിഞ്ഞെത്തി അവർ പരസ്പരം ആശയം പങ്കുവയ്ക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ വാഹനം വന്ന്
ഇടിച്ചത്. അവർക്ക് മാറാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിദാരുണമായ കാര്യം. അങ്ങനെ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. രാഹുൽ, രോഗികളൊക്കെ നിരന്തരം വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, സാധനങ്ങളൊക്കെ വാങ്ങാനും മറ്റും കൂട്ടിരിപ്പുകാരൊക്കെ ആശുപത്രിയിൽ നിന്ന് എപ്പോഴും ആ റോഡ് ക്രോസ് ചെയ്തും മറ്റും അങ്ങോട്ടേക്ക് പോകുന്ന ഒരിടമാണ്. ആ ഗേറ്റിനോട് വളരെ ചേർന്നാണ് ഈ അപകടം നടന്നതെന്നാണ് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ സിഗ്നലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എന്തായിരിക്കും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് കൃത്യമായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ അവ്യക്തത മാറേണ്ടിയിരിക്കുന്നു.